നമസ്കാരം, മല്ലി യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമേരിക്കൻ മൈക്രോണിക് എന്ന കമ്പനിയുടെ വാക്യൂം ക്ലീനറാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു ഉപകരണമാണ് ഈ വാക്യൂം ക്ലീനർ എന്നത്. ഞാനിത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ്. കാരണം ഞാനിത് ഒരുപാട് ഓഫ്ലൈനിലും ഓൺലൈനിലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്ഷൻ പവറാണ്. സക്ഷൻ പവർ സാധാരണ നമ്മൾ കിലോ പാസ്കലാണ് വാക്യൂം ക്ലീനറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും അവൈലബിൾ ആയിട്ടുള്ളതിൽ ഈ ബഡ്ജറ്റ് 17 തൊട്ട് 22 വരെയൊക്കെയാണ് അതിൻ്റെ സക്ഷൻ പവർ കിലോ പാസ്കൽ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം അതിൻ്റെ കാര്യത്തിൽ സക്ഷൻ പവറിൽ ഒരു 32 കിലോ പാസ്കൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാൻ കുറച്ചുകൂടെ കാരണമായത്. കഴിഞ്ഞ 6 മാസം ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ്. അത്രയ്ക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഈ ബോക്സിനകത്ത് ഈ വാക്യൂം ക്ലീനറും ഇതിൻ്റെ ഈ ബാക്കി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്, കുറച്ച് ടൂൾസും കാര്യങ്ങളായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ മെഷീൻ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെഡ് കളറിലാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ചെയ്യുന്ന ബട്ടൺ. ഇത് ഈ വയർ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതൊരു 5 മീറ്ററോളം നീളമുള്ള ഒരു വയറാണ്. ഇത് തിരിച്ച് ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് തിരിച്ചകത്ത് ഇറക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പരിപാടി. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഓസ് കണക്ട് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡലാണ്. അപ്പോൾ ഇത് മിനിമം സ്പീഡും ഇങ്ങറ്റത്ത് കൊണ്ടുവരുമ്പോൾ ഇത് മാക്സിമം സ്പീഡുമാണ്. ഇവിടെയാണ് അതിൻ്റെ ഓസ് കണക്ട് ചെയ്യേണ്ടത്. ഇതുവഴി സക്ക് ചെയ്തതിന് ശേഷം ഇതുവഴിയാണ് ഇതിൻ്റെ എയർ പുറത്ത് പോകുന്നത്. ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അപ്പോഴത്തേക്കും ഡസ്റ്റ് ഒട്ടും ഇതിൻ്റെ പാർട്ടികൾ വെളിയിലോട്ട് പോകുന്നില്ല. ഇതൊരു ഡ്രൈ ടൈപ്പ് വാക്യൂം ക്ലീനറാണ്. അതായത് വെറ്റും ഡ്രൈയും വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ മോഡലുണ്ട്. അതിലിത് ഡ്രൈ മാത്രമുള്ള ടൈപ്പാണ്. ഇത് ഏതാണ്ട് ഒരു 5 കിലോ ഒക്കെ വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാഗ് കാണാൻ പറ്റും. ഇവിടെയാണ് ഈ ഡസ്റ്റ് അത്രയും ഫില്ലാവുന്നത്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. യൂസ് ചെയ്തതിൻ്റെ കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. ഈ ക്ലിപ്പ് അഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഡസ്റ്റ് എടുക്കാൻ കഴിയും. കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ഇത് കാണിച്ചു തരാം. ഇത് തിരിച്ചു വയ്ക്കാം. ഇതിവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഇതിവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ആകുമ്പോൾ ഒരു ഫിൽറ്റർ ഉണ്ട്. HEPA ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്ററാണിത്. ഇതിങ്ങനെ എടുക്കാൻ കഴിയും. ഇതൊരു കാറ്റജ് ടൈപ്പാണ്. ഇത് നമുക്ക് മാറ്റിയിടാൻ പറ്റും. കുറേ ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും പൊടിയൊന്നും അത്രയ്ക്ക് നിറഞ്ഞിട്ടില്ല. തിരിച്ചു വയ്ക്കുക. പുറകുവശം ഇങ്ങനെയാണ്. പുറകുവശത്ത് ഇത് 4 വീലുണ്ട്. ഇങ്ങനെ ഇത് 360 ഡിഗ്രിയിൽ കറങ്ങുന്ന വീലാണ്. റൊട്ടേറ്റ് ചെയ്ത് തറയിലിങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന അങ്ങനത്തെ ടൈപ്പാണ്. ഇനി നമുക്ക് വാക്യൂം ക്ലീനറിൻ്റെ കൂടെ വരുന്ന ആക്സസറീസിനെ കുറിച്ചിട്ട് പറയാം. ഇത് അതിൻ്റെ കൂടെ വരുന്ന ഓസാണ്. ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ കണക്ട് ചെയ്തിട്ട് ഒരു ലോക്കാണ്. ഇത് പിന്നെ അവിടെ ഇരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ വരുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളാണ്. ഇത് തറ ഉടയ്ക്കുന്ന ഒരു ബ്രഷാണ്. ഇത് ഈ സോഫയിലൊക്കെ സൈഡിലൊക്കെ ഉള്ള ചെറിയ ഡസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ കാർപ്പറ്റ്, കർട്ടൻ്റെ ഒക്കെ ഇടയിലുള്ള പൊടിയൊക്കെ ഇത് വെച്ച് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സേവ് ചെയ്ത് വെച്ചേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. അത്രേ ഉള്ളൂ. ഇത് 360 ഡിഗ്രിയിൽ ഇങ്ങനെ കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. ഇത് ഈ പൈപ്പിൻ്റെ കൂടെ ഈ ഓസിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രസ് ചെയ്ത് ജസ്റ്റ് വെച്ചാൽ മതി. അതിനുശേഷം ഇത് ഒരു ടെലിസ്കോപ്പി ടൈപ്പ് പൈപ്പാണ്. ഇതിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിപ്പം അകർത്താൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഈ ബ്രഷ് ഇങ്ങനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ടോ തിരിക്കാനൊക്കെ പറ്റും. ഇതാണ് അതിൻ്റെ മെക്കാനിസം. നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. ചരിച്ചിടാം. വയർ മാക്സിമം നീളം എത്രയാണുള്ളത്? ആദ്യം ഒരു യെല്ലോ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അടുത്തൊരു റെഡ് ഉണ്ട്. ഉദ്ദേശം ഇത്രയും നീളമാണ് നമുക്കുള്ളത്. ഇതിൻ്റെ പ്ലഗ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് വലിയ ടൈപ്പ് 16 ആമ്പയറിൻ്റെ പ്ലഗ്ഗാണ്. സാധാരണ നമ്മളെ വീട്ടിലുള്ളതെല്ലാം ചെറിയ ടൈപ്പായിരിക്കും. ഇതുപോലുള്ള ടൈപ്പായിരിക്കും. അപ്പോൾ ഇതിൽ കണക്റ്റ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു മൾട്ടി പിന്നെ നമ്മൾ വാങ്ങേണ്ടി വരും. ഇതിൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ സെക്ഷൻ പവർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം. ആദ്യം മിനിമത്തിൽ ഇടുകയാണ്. അടുത്ത മാക്സിമത്തിലിട്ട് നോക്കാം. ഇത് മാക്സിമത്തിലാണ്.
ഈ ബ്രഷ് ഉപയോഗിച്ച് എങ്ങനെയാണ് അടുത്ത് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ പറ്റും. ഇവിടെ ടയറൊക്കെ ഉണ്ട്. ഞാനിവിടെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പവർ, സക്ഷൻ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് മീഡിയത്തിലാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരുവിധം അത്യാവശ്യത്തിനെല്ലാം മീഡിയം തന്നെ മതിയോ, അത്രയ്ക്ക് പവറുള്ള ഒരു മെഷീനാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പൊടി കുറച്ച് വലിയ പൊടിയാണ്. ഇത് എത്രത്തോളം വലിച്ചെടുക്കുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ വീട്ടിലെയും മെയിൻ പ്രശ്നമാണ് ഈ ചിലന്തി വലയൊക്കെ. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഇത് വെച്ചൊന്ന് നോക്കാം. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ഡസ്റ്റൊക്കെ എടുക്കാൻ പറ്റും. കാണിച്ചു തരാം. നമുക്ക് ഈ വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് ഫാനും സീലിങ്ങിലുള്ള പൊടിയൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ലെങ്ത് കുറച്ച് വെച്ചൊക്കെയാണ്. ഇത് ഇത്രയും വരെ ആക്കാൻ കഴിയും. കർട്ടനൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മിനിമം സ്പീഡിൽ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സക്ഷൻ പവർ കാരണം ഈ കർട്ടൻ ഇങ്ങോട്ട് വലിയാൻ ചാൻസ് ഉണ്ട്. ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് സോഫയും ക്ലീൻ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. സാധാരണ ഇതുപോലുള്ള കീബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത ബ്രഷാണ്. ഇതിലിപ്പോൾ ഇത്രയും അഴുക്ക് വന്നിട്ടുണ്ട്. ഇതും ഈ മെഷീൻ വെച്ച് തന്നെ ഇതിൻ്റെ ടെസ്റ്റ് എടുക്കാൻ കഴിയും. നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി ഇതിൻ്റെ ഡസ്റ്റ് എങ്ങനെ കളയാം എന്നുള്ളതിനെ പറ്റി അടുത്ത് നോക്കാം. ഇത് ഇങ്ങനെയാണ്. ഇത് ഓപ്പൺ ആക്കുക. ഇവിടെയാണ് ഡസ്റ്റ് വരുന്നത്. ഇതിങ്ങനെ ഊരിയെടുക്കുക. ഒരുപാട് പൊടി വരുന്നുണ്ട്. ഞാനിത് ആമസോണിൽ നിന്ന് 7500 രൂപയ്ക്കാണ് വാങ്ങിയത്. ചിലപ്പോൾ സെയിൽ സമയത്തൊക്കെ ഇത് വില കുറഞ്ഞ് വരാറുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. താങ്ക് യു.